Hi friends, welcome back. IQOO ഫോണുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അടിപൊളി ഫോണുകളാണ്, ഭയങ്കര വാല്യൂ ഫോർ മണി ഫോണുകളാണ്, ഗംഭീര പെർഫോമൻസ് തരുന്ന ഫോണുകളാണ്. ഗെയിമിങ്ങിനൊക്കെ ഏത് പ്രൈസ് റേഞ്ചിലായാലും IQOO ഫോണുകളാണ് നമ്മൾ ചൂസ് ചെയ്ത് വരുന്നത്. കാരണം നല്ല പെർഫോമൻസ്, സ്റ്റേബിളായ അടിപൊളി പെർഫോമൻസ്. എന്നാൽ സ്ലിം ആയ, ലൈറ്റ് വെയിറ്റ് ആയ, കൊണ്ട് നടക്കാനൊക്കെ കംഫർട്ടബിൾ ആയ നല്ല നൈസ് IQOO ഫോണുകൾ നമുക്ക് അധികം ഓർമ്മയിൽ ഉണ്ടാവില്ല. എന്നാൽ ഇനി അങ്ങനെയല്ല, IQOO ഈ ഒരു ഫോൺ ഇറക്കുകയാണ്, IQOO Z7 Pro. ഈ ഫോണിൽ നല്ല സ്റ്റൈലിഷ് ആയ ലുക്കുണ്ട്, നല്ല കർവ്ഡ് ഡിസ്പ്ലേ ഉണ്ട്, സ്ലിം ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ ക്യാമറ, പെർഫോമൻസ്, ബാറ്ററി എല്ലാം അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ ഫോണിൻ്റെ വീഡിയോ ആണ്, വ്യത്യസ്തമായ ഒരു IQOO ഫോണിൻ്റെ. ഈ കാണുന്നതാണ് IQOO Z7 Pro 5G എന്ന ഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ നമുക്ക് ആദ്യം കയ്യിൽ കിട്ടുന്നത് ഫോൺ തന്നെയാണ്. ഈ കാണുന്നതാണ് IQOO Z7 Pro 5G. സോ എങ്ങനെയുണ്ട് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ? അതിനുമുമ്പ് ബോക്സിൽ കേസ്, ഈ ഫോണിനുള്ള കേസ് ഉണ്ട്, ഡോക്യുമെന്റേഷൻസ് ഉണ്ട്, പിന്നെ 66 വാട്ടിന്റെ ചാർജർ ഉണ്ട്, ടൈപ്പ് സി കേബിൾ ഉണ്ട്, സിം ടോൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം, ഫോണിലേക്ക് വരാം. സോ IQOO Z7 Pro 5G ഈ ഒരു ഫോണിന്റെ കാര്യങ്ങൾ. 25,000 താഴെ ഒരു നല്ല ഫുള്ളി ലോഡഡ് ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണിലേക്ക് നോക്കാം എന്നുള്ളതാണ് ഷോർട്ടായിട്ട് പറയാൻ പറ്റിയ ഒരു കാര്യം. കാരണം ഇതിന്റെ ഡിസൈൻ IQOO തവണ വ്യത്യസ്തമായാണ് കൊടുത്തിരിക്കുന്നത്. വില കൂടിയ ഫോണുകളിൽ പോലും കർവ്ഡ് ഡിസ്പ്ലേ ഒന്നും അവർ കൊടുത്ത് കണ്ടിട്ടില്ല നമ്മൾ ഈ അടുത്ത കാലത്ത്. പക്ഷേ ഇതിന് കർവ്ഡ് ഡിസ്പ്ലേ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്, ഒപ്പം തന്നെ IP52 വാട്ടർ റേറ്റിംഗ് ഉണ്ട്. റിയർ സൈഡും ഗ്ലാസ് ഡിസൈൻ തന്നെയാണ്, അത് AG ഗ്ലാസ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ സ്കോട്ട് സെൻസേഷൻ അപ്പിൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിരിക്കുന്നു. മൊത്തത്തിൽ ലൈറ്റ് വെയിറ്റ് ആൻഡ് സ്ലിം ആയ സ്റ്റൈലിഷ് ആയ ഒരു ഫോണായിട്ടാണ് IQOO ഈ ഒരു ഫോൺ ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. ആൻറ്റി ഫിംഗർ പ്രിന്റ് ടൈപ്പ് ഒരു നിർമ്മിതിയൊക്കെയാണ് പുറകിൽ നടത്തിയിരിക്കുന്നത്. അതായത് ഇതിൽ ഫിംഗർ പ്രിന്റ് ഒന്നും പിടിക്കത്തില്ല, എങ്ങനെ ഉപയോഗിച്ചാലും പിടിക്കത്തില്ല. അത് ഞാനിവിടെ ടെസ്റ്റ് ചെയ്തു, ക്ലിയർ ആയിട്ടും ഒരു ഫിംഗർ പ്രിന്റും വരില്ല. 2 കളറിലാണ് വരുന്നത്, ഗ്രാഫൈറ്റും മാറ്റും, ബ്ലൂ ലഗൂണും. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ബ്ലൂ ലഗൂൺ ആണ്. മൊത്തത്തിൽ നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയ നല്ലൊരു ഫോൺ. ഇതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സ്മൂത്ത് ആയ ഒരു പെർഫോമൻസ് ആണ്. Dimensity 7200 5G പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. 25,000 താഴെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടൈപ്പ് പ്രോസസ്സറാണ് ഈ 7200. ഈ ഒരു സെഗ്മെന്റിൽ 728K ആറ്റിറ്റ്യൂഡ് സ്കോർ ഒക്കെ വരുന്ന ഒരു സംവിധാനമാണ് ഇത്. 4nm പ്രോസസ് ടെക്നോളജിയിലുള്ള പ്രോസസ്സറാണ്. 16GB വരെ എക്സ്റ്റൻഡ് റാം അടക്കം നിങ്ങൾക്ക് ഉപയോഗിക്കാം, 8GB റാം പ്ലസ് 8GB റാം. പിന്നെ VC ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. LPDDR4X റാം, UFS 2.2 സ്റ്റോറേജ്, അങ്ങനെ എല്ലാ ഘടകങ്ങളും ഈ ഒരു ഡിവൈസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് ധാരാളം പരസ്യ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാണുന്ന രീതിയിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. ഹോട്ട് ആപ്പ് ആൻഡ് ഹോട്ട് ഗെയിംസ് ഡയറക്റ്റ് ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ഈസി അല്ല. നമ്മൾ ജസ്റ്റ് അതിൽ ഹോട്ട് ആപ്പ് ആൻഡ് ഹോട്ട് ഗെയിംസ് എന്നുള്ളത് ഹോട്ട് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിങ്ങനെ വരും. അതിലൊന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക, താഴെ ഹോട്ട് ആപ്സ് ആൻഡ് ഗെയിംസ് എന്നുള്ളത് ഓഫ് ചെയ്യുക. അങ്ങനെ ഹോട്ട് ആപ്പ് ആൻഡ് ഹോട്ട് ഗെയിംസ് ഡിസേബിൾ ചെയ്യാം. ഇനി ബ്രൗസറിൽ നിന്നൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ചിൽ ബ്രൗസർ എന്ന് സെർച്ച് ചെയ്യുക, നേരെ അതിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുക, സെറ്റിംഗ്സ് എടുക്കുക, നോട്ടിഫിക്കേഷൻ എന്നുള്ളത് എടുക്കുക, ഓഫ് ചെയ്യുക. ഇങ്ങനെ അനാവശ്യമായ നോട്ടിഫിക്കേഷൻസും എല്ലാം നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാം, ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാം, അങ്ങനെ നൈസായിട്ട് ഉപയോഗിക്കാം. സോ നോർമൽ യൂസിനോ കാര്യങ്ങൾക്കോ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, നൈസായിട്ടുള്ള പെർഫോമൻസ് കിട്ടും. ഈ പറഞ്ഞ രീതിയിൽ സെറ്റപ്പ് ചെയ്തെടുത്താൽ ക്ലീനുമായി. ഗെയിമിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട അടുത്തൊരു ചോദ്യം. അൾട്രാ ഗെയിം മോഡ് പോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ അതൊക്കെ ഇട്ടുകൊണ്ട് പെർഫോമൻസ് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാവുന്നതാണ്. മോഷൻ കൺട്രോൾ പോലുള്ള കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിത് എനേബിൾ ചെയ്ത് നമുക്ക് ഏത് ബട്ടണാണോ മോഷൻ അനുസരിച്ച് കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, ആ ബട്ടൻ്റെ അവിടെ നമ്മൾ ഈ മോഷൻ്റെ ഐക്കൺസ് വെക്കുകയാണെങ്കിൽ നമ്മൾ തിരിക്കുമ്പോൾ അതിനനുസരിച്ച് ആ ഒരു ആക്ഷൻ അവിടെ ആക്ടിവേറ്റ് ആവുമെന്നാണ് പറയുന്നത്. അതെന്തോ എനിക്ക് അത്ര സുഖകരമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയില്ല. 1200 Hz ഇൻസ്റ്റാൻറ്റ് ടച്ച് സാമ്പിംഗ് റേറ്റും മിസ് ടച്ച് സ്ക്രീൻ പ്രിവെൻഷൻ, സ്ക്രീനിൽ ആക്സിഡൻ്റലി ടച്ച് ചെയ്താൽ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സ്മൂത്തിൽ എക്സ്ട്രീം നമുക്ക് BGMയിലൊക്കെ കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ട് കളിക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. ഇതിൽ 1200 Hz ടച്ച് സാമ്പിംഗ് റേറ്റ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയുള്ളൊരു പെർഫോമൻസ് ഗെയിമിംഗിൽ ഇവർ തരുന്നുണ്ട് ഓൾറെഡി. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ 6.78 ഇഞ്ച് വരുന്ന 120 Hz കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡയറക്റ്റ് സൺലൈറ്റിലാണ്, യാതൊരു ഇഷ്യൂ ഇല്ല. നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. എനിക്ക് കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വിസിബിലിറ്റിക്ക് യാതൊരു ഇഷ്യൂ ഇല്ല. ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ വരുന്നുണ്ട്. പെർഫോമൻസിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ഇതിൻ്റെ ബെസിൽസ് ഒക്കെ നോക്കിയാലും അൾട്രാ സ്ലിം എന്ന് പറയാം. അതായത് സൈഡൊക്കെ വളരെ സ്ലിമ്മായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ SGS സർട്ടിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. ലോ ബ്ലൂ ലൈറ്റ് എമിഷൻ ഒക്കെയാണ് അതിൻ്റെ പ്രത്യേകത. 1.7 ബില്യൺ കളർ വരുന്ന ഒരു നല്ല ഡിസ്പ്ലേ എന്ന് പറയാം. മൊത്തത്തിൽ ഡിസ്പ്ലേ അടിപൊളി, അതാണ് പറഞ്ഞു വരുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറ 64 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ്. 2MP ബോക്കെ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഡുവൽ ക്യാമറയാണ്. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ക്യാമറ ക്വാളിറ്റി കണ്ടു നോക്കാം. പോർട്രേറ്റ് ഇമേജുകളൊക്കെ നിങ്ങൾക്ക് ഡേ ലൈറ്റിലോ ആർട്ടിഫിഷ്യൽ ലൈറ്റിലോ ഒക്കെ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ എടുക്കാൻ സാധിക്കും. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മെയിൻ ക്യാമറ ഇമേജുകൾ നമുക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്.
സെൽഫി ക്യാമറ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറ ഇമേജുകളാണ്. പിന്നെ ഇതിന്റെ റിയർ സൈഡിലെ ഫ്ലാഷ് നല്ല രീതിക്ക് പവർഫുള്ളായ യൂസ്ഫുള്ളായ ഫ്ലാഷ് ആണ്. ഓറ ലൈറ്റ് സെറ്റപ്പ് എന്നാണ് ഇവർ ഇതിനെ പറയുന്നത്. നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് എടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന തരത്തിലുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല പവറുള്ള ലൈറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഫോണിന്റെ ക്യാമറ ഫ്ലാഷ് എന്ന രീതിയിൽ നോക്കുമ്പോൾ 4K വീഡിയോ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു 4K വീഡിയോ അത് ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലുള്ള വീഡിയോ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഒരു കുറവ് കാണാം. അത് കുറച്ചും കൂടി നന്നാവണം എന്ന് എനിക്ക് തോന്നി. അതേപോലെ തന്നെ 4K ഫ്രണ്ട് ക്യാമറയിൽ വരുന്നില്ല എന്നുള്ളതും നമുക്ക് ഓർത്ത് വെക്കാം. സോ അത് ഫ്രണ്ട് ക്യാമറയുടെ ഭാഗത്ത് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയതാണ്. പക്ഷേ വീഡിയോ ക്വാളിറ്റി തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ ലൈറ്റിംഗ് കണ്ടീഷനിലും നന്നായിട്ടുണ്ട്. മെയിൻ ക്യാമറയിലൊക്കെ നമുക്ക് സ്റ്റെബിലൈസേഷനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വരുന്നതിൻ്റെ കാരണം ഇതിൽ ഹൈബ്രിഡ് സ്റ്റെബിലൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. EIS-ഉം OIS-ഉം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കാണുന്നത്. സോ മൊത്തത്തിൽ ക്യാമറ വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാമറയും ഈ ഫോണിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോണിന്റെ ഓവർവ്യൂ നോക്കാം. താഴെ സിം സ്ലോട്ട് ഡുവൽ നാനോ സിം ആണ് വരുന്നത്. മെയിൻ മൈക്രോഫോൺ ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ടോപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ ആണ് വരുന്നത്. മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 3.5mm ജാക്കും ഇവിടെ വരുന്നില്ല. അതേപോലെ NFC-യും സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഇനി ഇതിൻ്റെ കോള് നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളൊന്നും വേറെ വിഷയങ്ങളില്ല. Wi-Fi 6 ഉണ്ട്, ബ്ലൂടൂത്ത് 5.3 ഉണ്ട്, ഇഷ്ടംപോലെ 5G ബാൻഡുകളുണ്ട്. മൊത്തത്തിൽ ആവക ഏരിയകളിലൊന്നും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഇനി ഇതിൻ്റെ ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4600 mAh ബാറ്ററിയാണ് വരുന്നത്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. 50% ഒക്കെ ഒരു 22 മിനിറ്റ് കൊണ്ടൊക്കെ ആവുമെന്നാണ് പറയുന്നത്. കുറച്ചുകൂടി കൂടിയ ബാറ്ററി കൊടുക്കായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ബാറ്ററി ലൈഫിലൊന്നും നോർമൽ യൂസിൽ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. നല്ല ഡീസൻറ്റ് ബാറ്ററി ലൈഫുമാണ്, ഡീസൻറ്റ് ഫാസ്റ്റ് ചാർജിങ്ങുമാണ്. സോ ഫൈനലി നമുക്ക് ഈ ഒരു ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഉപയോഗിച്ചതിൽ വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. കോൾ ആയാലും ഡിസൈൻ ആയാലും ഡിസ്പ്ലേ ആയാലും പെർഫോമൻസ് ആയാലും ബാറ്ററി ലൈഫിലായാലും പ്രശ്നങ്ങളില്ല. ഡീസൻ്റായ ഒരു ഫോണാണ്. പതിവ് പോലെ തന്നെയുള്ളൊരു IQOOൻ്റെ നല്ല ഫോണെന്ന് പറയാം. 25,000 താഴെയാണ് ഈ ഫോൺ വരുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വിലയ്ക്ക് എല്ലാം ഉണ്ട് ഇതിലെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? IQOO ഈ ഒരു ഫോണിന്റെ കാര്യത്തിൽ അടിപൊളിയാക്കിയോ കാര്യങ്ങൾ? 2 വേരിയന്റുകളാണ് ഇത് വരുന്നത്. 8GB RAM 128GB സ്റ്റോറേജും 8GB RAM 256GB സ്റ്റോറേജും. ഇതിന്റെ സെയിൽ ആരംഭിക്കാൻ പോകുന്നത് സെപ്റ്റംബർ 5-ാം തീയതിയാണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് സെയിൽ. ആമസോണിലും ഉണ്ടായിരിക്കും, IQOO.com ഉണ്ടായിരിക്കും. സോ രണ്ടിടത്തും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, സെലക്ട് ചെയ്യാം. പിന്നെ IQOOന്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ഇല്ലാത്തൊരു കാര്യം കൂടിയുണ്ട്. സർവീസ് സെന്റർ ആവശ്യത്തിനുണ്ട്. സോ ഒരു ടെൻഷനും വേണ്ട. വിവോന്റെ സർവീസ് സെന്ററാണ് എല്ലായിടത്തും ഉണ്ട്. സോ അപ്പോൾ അങ്ങനെയാണ് IQOO Z7 Pro എന്ന് പറയുന്ന ഫോൺ. സ്റ്റൈലും വേണം, ഹെവി പെർഫോമൻസും വേണം, നല്ല ക്യാമറയും വേണം, എല്ലാം നല്ല രീതിയിൽ വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഐറ്റം ആണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക. സോ അത്രയുമാണ് ഇന്നത്തെ ഒരു ചെറിയ IQOO Z7 Pro വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.